ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് പോകാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അരൽവായി മൊഴി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ. അരൽവായി മൊഴി തമിഴ്നാട്ടിലാണ്. അപ്പം കറക്റ്റ് ലൊക്കേഷൻ കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞില്ല. ഞാൻ മാപ്പ് ഇട്ടിട്ടുണ്ട്, അപ്പോൾ ഒന്ന് പോയി നോക്കാം. സമയം ഇപ്പോൾ ഏകദേശം 1:13 കേട്ടോ. കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങണമെന്ന് വെച്ചിട്ട് നടന്നില്ല. ഏകദേശം ഒരു വൈകുന്നേരം ഒരു സൺസെറ്റ് കാഴ്ചകൾ കാണാനായിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തത്. എത്രത്തോളം ഞാൻ ഇനി അങ്ങ് എത്തുമെന്ന് എനിക്കറിഞ്ഞില്ല. എനിക്ക് 2-2.5 മണിക്കൂർ ട്രാവലുണ്ട്. ഇപ്പോൾ തന്നെ 1 മണിയായി. അധികം സമയം കളയാതെ അങ്ങോട്ട് പോയി നോക്കാം കേട്ടോ. അപ്പോൾ ഓക്കെ, 2 ദിവസത്തെ മഴ കരുതിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത്. അങ്ങോട്ട് പോകുമ്പോൾ മഴയായിരിക്കും, ഞായറാഴ്ച ഇറങ്ങാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ബാക്കിയുള്ള എല്ലാ ദിവസവും ഒടുക്കത്തെ മഴയായിരുന്നു. പക്ഷേ ഇന്നത്തെ ദിവസം നോക്കുമ്പോഴത്തേക്കും ഒടുക്കത്തെ വെയിലും കേട്ടോ, ഒരു രക്ഷയില്ല. എണ്ണ അടിച്ചേട്ടാ, എണ്ണ ഒരു 60 ലിറ്റർ എണ്ണ അടിച്ചായിരുന്നു. പക്ഷേ 60 ലിറ്ററിന് 600 രൂപയ്ക്ക് എണ്ണ അടിച്ചായിരുന്നു. 60 ലിറ്റർ അടിക്കാൻ ആകെ 11-12 ലിറ്റർ അങ്ങോട്ടേ ഉള്ളു ടാങ്ക് കപ്പാസിറ്റി. അതിൽ ഞാൻ 600 രൂപയ്ക്ക് എവിടെ എണ്ണ അടിക്കാനാണ്? പക്ഷേ 60 ലിറ്റർ എവിടെ അടിക്കാനാണ്? അപ്പോൾ 600 രൂപയ്ക്ക് എണ്ണ അടിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 80% ടാങ്ക് ഫില്ലായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തിരുവല്ലം ടോൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് തിരുവല്ലം ടോൾ പ്ലാസ. ഇതാണ് കേട്ടോ നമ്മളെ നീണ്ട് നിവർന്ന് കിടക്കണ കന്യാകുമാരി ഹൈവേ. അടിപൊളിയല്ലേ? ഇതെന്തൊരു സാധനം കൂടി, വലിയൊരു ലോഡൊക്കെ ആയിട്ട് കിടക്കണം. എന്തിനാണ് എന്തോ. ബോർഡറൊക്കെ കഴിഞ്ഞ് കുറേ ദൂരം ഇങ്ങ് വന്നു കേട്ടാ. അപ്പോൾ ഞാനൊരു ബോർഡ് കണ്ട്, നാഗർകോയിൽ എന്തോ കുടിനീർ ശുദ്ധീകരിപ്പ് നിലയം. നാഗർകോവിലിൻ്റെ മറ്റേ കുടിനീർ വാട്ടർ പ്യൂരിഫൈ ചെയ്യുന്നൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. തമിഴ്നാടിൻ്റെ ഉള്ളിലോട്ട് കയറിയിരുന്നു കേട്ടോ. തമിഴ് ബസ്സുകളും കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങി. കേരള RTC നേരത്തെ ഞാൻ പോകണ കണ്ടായിരുന്നു. തമിഴ്നാടിൻ്റെ ഉൾപ്രദേശങ്ങളിലോട്ട് കയറിയിട്ട് അവസാനം നാഗർകോവിലാണ്. ഇത് നാഗർകോവിലിൽ നിന്ന് ഇവിടെ നിന്നും ഇനി കുറേ ദൂരം ഉണ്ട് കേട്ടോ. മാപ്പ് നോക്കി ഇങ്ങനെ പോവുകയാണ്. എനിക്ക് അറിഞ്ഞുകൂടെ കറക്റ്റ് സ്ഥലമൊന്നും. അങ്ങനെ നമ്മൾ തമിഴ്നാടിൻ്റെ ഏതോ ഒരു നീണ്ട് നിവർന്ന് കിടക്കുന്ന ഒരു ഹൈവേയിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ടോൾ റോഡ് സ്റ്റാർട്ട് ഇടുന്നത്. അപ്പോൾ ഇനി നല്ല റോഡായിരിക്കും പ്രതീക്ഷ. എത്രയും നേരം വന്ന റോഡെല്ലാം ഒരുമാതിരി കട്ടർ എല്ലാം പാച്ച് വർക്ക് ചെയ്ത് കട്ടറാക്കി വെച്ചിരുന്ന റോഡുകളായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ ടോൾ റോഡ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്, ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല രസമുള്ള സ്ഥലങ്ങൾ കേട്ടോ. സൈഡിൽ വയൽ, റൈറ്റ് സൈഡ് തെങ്ങും തോപ്പ്, ദൂരെ മലകൾ, നല്ല രസമുണ്ട് കേട്ടോ. അതൊന്ന് നിർത്തിയിട്ട് നമുക്ക് ഫോട്ടോ എടുത്തിട്ട് പോവാം. എൻ്റെ മോനെ ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി വയലും മലയും ഹൈവേയും അതിൻ്റെ ഇടയ്ക്കൂടെ അപ്പുറത്ത് തെങ്ങും തോപ്പും. അടിപൊളി കേട്ടോ, അടിപൊളി സ്ഥലം, രക്ഷയില്ല. അങ്ങ് ദൂരെ കണ്ട മല, മൊത്തം മലയാണ് ഇവിടെ. അങ്ങനെ നമ്മുടെ തമിഴ്നാടിൻ്റെ ടോളിലോട്ട് എത്തിയിട്ടുണ്ട്. ടോൾ റോഡെന്ന് നേരത്തെ പറഞ്ഞില്ലായിരുന്ന, നമ്മൾ ടോൾ റോഡിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. ബൈക്കായതുകൊണ്ട് നമുക്ക് ബൈക്കായതുകൊണ്ട് നമുക്ക് കൊടുക്കണ്ട, നമുക്ക് നേരെ ലെഫ്റ്റ് പിടിച്ചങ്ങ് പോകാൻ കേട്ടോ. ഇവിടുത്തെ ടോൾ പാസൊക്കെ റേറ്റിന് എങ്ങനെയാണ് എന്തോ. നമ്മളവിടെയൊക്കെ നല്ല റേറ്റ് ഉണ്ട്. ഒരു കാറിന് തന്നെ 140 അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു ഒരു സൈഡ്. ഇവിടെ എങ്ങനെ നോക്കട്ടെ, കാറിന് ഒരു സൈഡ് 70 ഉള്ളൂ കേട്ടാ, 70 ഉള്ളൂ. നമ്മളവിടെ കണക്കൊന്നും അല്ല കേട്ടോ. ഇവിടെ കുറച്ചുകൂടെ ചീപ്പാണ് കേട്ടോ, കൊള്ളാം. പിന്നെ നമ്മൾ ലെഫ്റ്റ് സൈഡ് വയൽ, വലേ സൈഡ് തെങ്ങിൻതോപ്പ്, ദൂരം മല. നേരത്തെ ബാഗിൽ കണ്ടതുപോലെ തന്നെ ഉള്ളൊരു സ്ഥലം കേട്ടോ. ഫ്രണ്ടിലൊരു ദൂരെ ഒരു വലിയൊരു മല കാണുന്നുണ്ട്. അവിടെ മൊത്തം വലിയ മലകളും വയലുകളും കാര്യങ്ങളും. ഓക്കെ, അപ്പോഴേ അങ്ങനെ ഇനി മാപ്പിൽ കാണിക്കുന്ന 5.5 കിലോമീറ്ററാണ് കേട്ടോ. ഇവിടെ നിന്ന് ലെഫ്റ്റ് അടിക്കുന്നു 4.3 കിലോമീറ്റർ. അപ്പം നമുക്ക് ഇനി നിർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള മലകളൊക്കെ നമുക്ക് ഗോളിയിട്ടുണ്ട്. ഹൈവേ കിടക്കുന്ന ഒരു ഭയങ്കര ഹൈവേ, നല്ല രസമല്ലേ. അത് നമുക്ക് നിർത്തിയെടുക്കാൻ നല്ല വ്യൂ ആയിരിക്കും അല്ലേ. അങ്ങനെ നമ്മുടെ കാറ്റാടികൾ കണ്ടിട്ട് വാങ്ങിയിട്ടുണ്ട്. ദൂരെ കാണുന്നത് കാറ്റാടികളാണ്. വലിയ മലകളും കാറ്റാടി പാടങ്ങളും കേട്ടോ. അങ്ങനെ കാറ്റാടിയുടെ സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട് കേട്ടോ. അബദ്ധം പറ്റി കേട്ടോ. ഞാൻ കാറ്റാടിയുടെ സൗന്ദര്യം ആസ്വദിച്ചിങ്ങ് വന്നതാണ്. വഴി ലെഫ്റ്റായിരുന്നു കേട്ടോ. നമുക്ക് വണ്ടി തിരിച്ചിട്ട് ലെഫ്റ്റിലോട്ട് പോകണം, വഴിയെറ്റിപ്പോയി. അങ്ങനെ നമ്മുടെ അരൽവായി മൊഴി ഗ്രാമത്തിലോട്ട് പോണ വഴിയിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ഇത് മേലെ കാണുന്ന റെയിൽവേ പാളമാണ്. അതിൻ്റെ അടിയിൽ കൂടെ ആണ് നമ്മൾ പോകുന്നത്. ഗ്രാമപ്രദേശത്തിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ, കാണുമ്പോഴേ അറിയാം ഗ്രാമമാണെന്ന്. ആ ഒരു പഴയ തമിഴ്നാടൻ ഗ്രാമത്തിൻ്റെ എല്ലാ വൈബും കാണുന്നുണ്ട് കേട്ടോ. ചൂടിയേട്ടൊക്കെ അടുക്കി വെച്ചേക്കണോ? എൻ്റെ മോനെ ഇത് കെട്ടി വെച്ചേക്കണതാ അടുക്കി വെച്ചേക്കണതാ?
അടുക്കി വെച്ചേക്കുന്നുണ്ട്. എൻ്റെ പൊന്ന് പോളി, ഒരു രക്ഷയില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ തമിഴ്നാടൻ ഗ്രാമങ്ങളിലോട്ട് കയറിയിട്ടുണ്ട്. അരൽവായ് മൊഴിയുടെ ഗ്രാമങ്ങളാണ് കേട്ടോ ഈ കാണുന്നത്. എല്ലാം മറ്റേ മാതിരി കോളനി പോലത്തെ അങ്ങനെ തിരിച്ചിട്ടുള്ള ഏരിയകളുണ്ട്. മൊത്തം 2 സൈഡും മൊത്തം വഴികളും കാര്യങ്ങളും മറ്റും. അതായത് തമിഴ്നാടൻ, നിങ്ങളിവിടെ ശ്രദ്ധിച്ചാൽ മതി. നമ്മളാണല്ല ഇവിടെ എല്ലാ വീടുകളും പെയിൻ്റ് അടിച്ചൊരു പ്രത്യേക ഭംഗിയിൽ പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. വഴികളെല്ലാം ഒരുമാതിരി ഇടവഴികൾ, ഒരു കോളനി പോലെ, ഒരു ഗല്ലി ഏരിയ പോലെയാണ് കേട്ടോ ഈ വഴികളെല്ലാം. നല്ല രസമുണ്ട് കേട്ടോ. ഗൂഗിൾ മാപ്പ് നോക്കിയാണ് പോകണത്. ഇപ്പം എനഞ്ഞു പോകുന്ന എനിക്ക് നല്ല പേടിയുണ്ട്. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങ് പോവാം. നല്ല രസമുണ്ട് കേട്ടോ. അടിപൊളി ഒരു വഴിയില്ലേ, നല്ല വൈബ് സ്ഥലം കേട്ടോ. നല്ല രസമുണ്ട് സ്ഥലം. ഫൈനലി ഞാൻ അരൽവായ് മൊഴിയിലെത്തിയത്. ഇതാണ് അരൽവായ് മൊഴി ജംഗ്ഷൻ കേട്ടോ. അരൽവായ് മൊഴി എന്ന് പറയുമ്പോൾ ഇതുപോലെ കാറ്റാടിപ്പാടങ്ങളും പാടങ്ങളുമായിട്ടുള്ള ഒരു ഗ്രാമമാണ് കേട്ടോ. നല്ല രസമാണ്. ഇങ്ങനത്തെ ഗ്രാമങ്ങൾ കാണാനായിട്ട് നമുക്ക് ഇങ്ങനെ വന്ന് പോകാമെന്നുള്ളതല്ലാതെ ഇവിടെ പ്രത്യേകിച്ച് കാര്യമായിട്ടുള്ള വലിയ കാഴ്ചകളും കാര്യങ്ങളൊന്നുമില്ല. ഇനി ഇവിടെ ഒരു അരൽവായ് മൊഴി ഹിൽസ് എന്ന് പറയുന്നത് അതിൽ നമുക്ക് ട്രക്കിംഗ് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ ലേറ്റ് ആയതുകൊണ്ട് എനിക്ക് അതിന് സമയമില്ല കേട്ടോ. ഞാനൊന്ന് വേറൊരു ഗ്രാമമുണ്ട്, അങ്ങോട്ട് പോവുകയാണ്. ഇപ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ എവിടെ എങ്ങോട്ട് പോകണമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിങ്ങനെ ഗൂഗിൾ മാപ്പിൽ ഓരോ ഇമേജൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ആ സ്ഥലം അടിച്ച് പോവുകയാണ് കേട്ടോ. ചെമ്പകപ്പുത്തൂർ എന്നൊരു ഗ്രാമമുണ്ട്, അതടിച്ച് ഒന്നടിച്ച് എങ്ങോട്ട് പോകുന്നുള്ളൂ. മാപ്പിൽ വഴി കാണിക്കുന്നതനുസരിച്ച് പോയി ചെന്ന് കയറി കൊടുത്ത് എവിടെയെങ്കിലും പെടുമെന്ന് എനിക്ക് തോന്നുന്നു. മൊത്തം ഇങ്ങനെ വളർന്നു കഴിഞ്ഞു പോകണം വലിയ ഏരിയയിലാണ്. എൻ്റെ പൊന്നോ, എവിടെ എത്തിയെന്നൊരു പിടിയില്ല. ഒയ്യോ, അടിപൊളി വന്ന് ചാടിയത് ഏതോ ഒരു തമിഴ് ചെന്ന് ചാടിയത്. ഇപ്പം ഞാൻ ഉടക്കാത്ത കിടന്നിട്ട് എൻ്റെ പൊന്നെ വണ്ടി വിളയ്ക്കാം. എങ്ങോട്ട് പോകുന്നൊരു പിടിയില്ല. ഗൂഗിൾ മാപ്പ് ചില സമയത്ത് തേക്കും കേട്ടാ. നമുക്ക് പോയിട്ട് ആരെങ്കിലും വഴി ചോദിക്കാം, അതാണ് കുറച്ചുകൂടെ വൃത്തി. சுற்றி பார்க்குறதுக்காக எங்கேயாச்சும் இடம் இருக்கா? சுற்றி பார்க்குறதுக்கு இங்கே எதுவும் இல்லையா? பக்கத்தில் எங்கேயாச்சும் இருக்கா? ஆமாம், இந்த ரோட்டில் நேரம் அந்த லெஃப்ட்டில் கட் பண்ணி போனால் அங்கே நிறைய வயல்லாம் இருக்குது. அப்படியா? இங்கேருந்து எவ்வளோ தூரம் இருக்குது? இதுலேருந்து நேர் ரோடு, ஸ்ட்ரெயிட் ரோட்டில் போய் ஃபஸ்ட்டு லெஃப்ட்டில் இருக்கணும். ஃபஸ்ட்டு லெஃப்ட்டா? இங்கேருந்து நேராக போனால் அக்கத்தில் ரோடு ஒரு ரைட்டில் ஒரு ரோடு சும்மா இருக்கும். ரைட்டில் லெஃப்ட் இப்படி திரும்ப நேராக போனப்போ அந்த ரோட்டை நேரம் தள்ளி அக்கத்துக்கு போயிட்டாகும். ஓகே ஓகே. இதுலேருந்து ஆத்தங்கரை வரையும் போகலாம். இந்த இன்னொரு ஆறு இருக்குல்ல, ஆறா? அந்த ஆறு போகல இருக்கா. இந்த இதில் பஸ் ஸ்டாண்டுக்கு முன்னே போய் அங்கே ஒரு ஆறு போகும். அது ஆறு ஒட்டி ஒரு ரோடு. அந்த ரோட்டில் நேரம் போனீங்கன்னா அந்த ரோடு கூட ஒரு ரோடு பைபாஸ் போகும். அதுலேருந்து நேரம் லெஃப்ட்டில் போனீங்கன்னா அங்கே வயல் நிறைய வயல். அப்போ ஏது ஈஸி எது இதா? அதான் இதுதான் ஈஸி. அது ஓகே, போய் பார்க்கலாம். സ്ഥലത്ത് ஏதாச்சும் பேர் இருக்கா? സ്ഥലத்துக்கு ஏதாச்சும் பேர் இருக்கா? பேர் அதுக்கு வந்து கம்பி பாலம். கம்பி பாலம். ഗൂഗിളിൽ വരുമ്പോൾ പാലം. സ്ഥലത്തിലോട്ട് പോകണം. ഓക്കെ, താങ്ക്സ്. അങ്ങനെ അവസാനം കമ്പിപ്പാലത്തിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. കമ്പിപ്പാലം പോണ വഴിയാണ് കേട്ടോ. വെള്ളമൊക്കെ നല്ല വെള്ളമാണെന്ന് തോന്നുന്നു കേട്ടോ. തെളിഞ്ഞ് കിടപ്പുന്നുണ്ട്. എല്ലാവരും കുളിക്കാനൊക്കെ കൊണ്ട് ആൾക്കാരൊക്കെ ഇറങ്ങി നിൽപ്പുണ്ട് കേട്ടോ. കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. സായന്തരങ്ങളിൽ നമുക്കിതുപോലെ വെള്ളത്തിലിറങ്ങി കുളിക്കാൻ പറ്റിയ സ്ഥലം ഉണ്ടെങ്കിൽ നല്ല രസമല്ലേ. നല്ല രസമുണ്ട് കേട്ടോ, നല്ല ക്ലീൻ ആയിട്ടുള്ള വെള്ളം. അങ്ങനെ ഒടുവിൽ കമ്പിപ്പാലത്തിലോട്ടുള്ള റോട്ടിൽ കയറിയിട്ടുണ്ട്. ഇതാണ് കമ്പിപ്പാലം എന്ന് പറയുന്നത്. എനിക്ക് ഈ പാലത്തിനായിരിക്കും കമ്പിപ്പാലം എന്ന് പറയുന്നത്. ഈ ഒരു സ്ഥലം ഇങ്ങനെ നീണ്ട് നിവർന്ന് കിടപ്പുണ്ട്. നല്ല ആ ഒരു നമ്മൾ നേരത്തെ കണ്ട അതേ കാറ്റാടി ഇറങ്ങുന്നുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ ഒരു വലിയൊരു മല ഉണ്ടാവും. കാരണം ഒരു വലിയ മലയാണ്. സൈഡിലൊരു കാറ്റാടിയുണ്ട്. കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. സൺസെറ്റ് സമയമായി വരുന്നുണ്ട്. ഓ, കാറ്റാടിയുടെ ഇറങ്ങണണ്ട പൊളി. இப்போ இங்கே சுற்றி பார்க்குறதுக்கு வேறு இடம் ஏதாச்சும் இருக்கா? ஐயோ, கேரள மலையாளியா? മലയാളി. ഇതേ ഉള്ളൂ, ഈ ഒരൊറ്റ സ്ഥലം മാത്രമേ ഉള്ളൂ? പിന്നെ അവിടെ മലയുണ്ട്, മലയിൽ പോയായിരുന്നു. മലയ്ക്ക് മേളിൽ കയറണം? മല കയറി. അതെവിടാ? കുറച്ച് മലയുടെ കുറച്ച് അരൽവാഴി മൊഴി മലയെന്ന് പറയും. ടെമ്പിൾ കുറെ കയറുണ്ട്. അടപ്പുള്ളത് വേണ്ട, അവിടെ 4 കിലോമീറ്റർ. ഞാൻ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. ഇവിടെ പിന്നെ ഈ കേരളത്തിൽ മൊത്തമുള്ളതാണ് ഞാൻ ഇത്ര വെള്ളം തോന്നാനല്ലോ. നിങ്ങളവിടെ നിന്ന് പറഞ്ഞാൽ വേണ്ട വേറെ ട്രക്കിങ്ങിനൊരു സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. പക്ഷെ അത് ഇനി ഞാൻ പോയാൽ ലേറ്റായി. ഇതൊക്കെ പോകാൻ കേട്ടോ, നല്ല രസമുണ്ട് സ്ഥലം. അടിപൊളി കാഴ്ചകൾ കേട്ടാ. ഈവനിങ് സമയം ഉണ്ടാണെന്ന് അറിഞ്ഞൂടാ. അടിപൊളി, നല്ല രസമുണ്ട് കേട്ടോ. ഇടത് സൈഡിൽ നിന്ന് ആ ഒരു സൂര്യൻ അസ്തമിച്ച് വരുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. വലത് സൈഡിലാണെങ്കിൽ കാറ്റാടിയും ആ ഒരു തോടും, ഇടത് സൈഡിൽ വയലും കണ്ടവും. നല്ല രസമുണ്ട് കേട്ടോ. അടിപൊളി ഒരു സ്ഥലം. നമുക്ക് വൈബ് അടിച്ച് വന്നിരിക്കാൻ പറ്റിയൊരു വൈകുന്നേര സമയം. നല്ല രസമുണ്ട് കേട്ടോ. പക്ഷേ പ്രത്യേകിച്ച് ഭയങ്കരമായിട്ട് കാണാനുള്ളതൊന്നുമില്ല. പക്ഷേ ഈ ഒരു സൈഡിൽ ഒരു കനാലും കാറ്റാടിയും, ഇടത് സൈഡിൽ പാടവും, ഫ്രണ്ടിലാണെങ്കിൽ വലിയൊരു മലയും, അങ്ങനെ വൈബ് അടിക്കാൻ പറ്റിയ ഒരു ഗ്രാമീണ പ്രദേശം കേട്ടോ. നല്ല രസമുണ്ട്. അടിപൊളി സ്ഥലം. നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന പോലെ അല്ല, കാഴ്ചയിൽ അടിപൊളിയാണ് കേട്ടോ കാണാൻ.
ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന അരൽവായ് മൊഴിയിലാണ് കേട്ടോ. ഈ അരൽവായ് മൊഴിക്ക് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് കേട്ടോ. അതായത് എപ്പോഴും കാറ്റ് വീശണം, അതായത് ഏത് സമയം 24 ഹവറും കാറ്റ് വീശണ ഒരു പ്രദേശം എന്നും കൂടെ ഈ പേരിന് അർത്ഥമുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള വിൻമിൽ പ്ലാന്റും ഏകദേശം 30,000-ഓളം അതിന് മേലിൽ വിൻമിൽ പ്ലാന്റുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. വിൻമില്ലുകൾ ഇവിടെ ഉണ്ട്. ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള വിൻമിൽ പ്ലാന്റ് മുപ്പന്തോ അങ്ങനെ എന്തോ ഒരു സ്ഥലത്താണ് കേട്ടോ. അതും ഈ അരൽവായ് മൊഴിയിൽ തന്നെയാണ് ഉള്ളത്. അടിപൊളി ലൊക്കേഷനല്ലേ, എപ്പോഴും കാറ്റ് വീശണം. ഭയങ്കര കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കാറ്റാണ്. നമ്മളെ നിന്ന് കഴിഞ്ഞാൽ വണ്ടിയൊക്കെ എടുത്ത് ഒലച്ചുകൊണ്ട് പോകുന്ന രീതിയിലുള്ള കാറ്റാണ് കേട്ടോ. അടിപൊളി ലൊക്കേഷനാണ് കേട്ടോ. അപ്പോൾ അത്രയും ദൂരം ഞാൻ യാത്ര ചെയ്ത് ഇത് കാണാൻ വന്നത് വർത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും ദൂരം വന്നതിന് സത്യം പറഞ്ഞില്ല. ഏകദേശം എനിക്ക് വൺ സൈഡ് 100-something കിലോമീറ്റർ ഉണ്ടായിരുന്നു. അതിൻ്റെ അത്ര ഒരു വർത്തായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. വന്ന വഴിയല്ല അടിപൊളിയായിരുന്നു. അപ്പം ആ ഒരു ഹൈവേ പിടിച്ച് മല, വിൻഡ് മില്ല്, കാറ്റാടിപ്പാടം, നല്ല രസമുണ്ടായിരുന്നു വഴികളും കാര്യങ്ങളും. പക്ഷേ അത്രയും ദൂരം താണ്ടി വന്നിട്ട് അതിന് വേണ്ടിയുള്ളൊരു വ്യൂ ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടിയൊരു വ്യൂ ഒന്നുമില്ല. നമ്മളുടെ ദൂരെ പോയിട്ട് മൂന്നാർ കാര്യങ്ങളൊക്കെ പോകില്ലേ, അങ്ങനെയൊക്കെ പോയിട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്ത് പോകുന്ന പോലെ അത്രയ്ക്കൊന്നുമില്ല. ശമ്പനാട് നമ്മളോട്ട് എക്സ്പെക്ട് ചെയ്ത് പോയതാണ്. ശമ്പനാട് ഇതിനേക്കാളും കാണാനുണ്ടായി. നല്ല സ്ഥലമായിരുന്നു. അത്രത്തോളമൊന്നും ഈ സ്ഥലം ഇല്ല കേട്ടോ. ചെറുതാണ് പക്ഷേ ബ്യൂട്ടിഫുൾ സ്ഥലമാണ്. പോകാൻ ഗ്രാമഭംഗി ആസ്വദിച്ച് പോകാൻ ഒരു അടിപൊളി ഗ്രാമമാണ്, പഴയ ഗ്രാമം. അതുകൊണ്ട് അത് ആസ്വദിക്കാനാണെങ്കിൽ നിങ്ങൾ വരും. വേറെ വിഷയങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഒരുപാട് എക്സ്പെക്ട് ചെയ്ത് വരും. പക്ഷേ നല്ല അടിപൊളി നാച്ചുറൽ ബ്യൂട്ടിയാണ്. വയൽ, മല, വിൻമില്ല്, ഇത് തന്നെയാണ് ഇവിടെ കാണുമ്പോൾ. അല്ലാതെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. പക്ഷേ അടിപൊളി സ്ഥലമാണ് കേട്ടോ. നല്ല രസമാണ് ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.